ഇന്ദുലേഖ രചിക്കാൻ ചന്തുമേനോന് പ്രചോദനമേകിയ നോവൽ. ഉത്തരം ഇംഗ്ലണ്ടിൽ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്റോലി ബീക്കൺഫീൽഡ് എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഹെൻറിയറ്റ ടെമ്പിൾ. എൻസൈക്ലോപീഡിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത് ഇംഗ്ലീഷ് കൃതിയായ ദി ഗവർണറിലാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം തോമസ് എലിയോട്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തോട് ഉപമിക്കപ്പെടുന്ന പാശ്ചാത്യ കൃതി ഏതാണ്? ഉത്തരം മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ്. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ ഏതെല്ലാമാണ്? ഉത്തരം തമിഴ്, കന്നഡ, തുളു, കൊടക്, തോട, കോട, കുറുക്ക്, മാൾട്ടോ, ഗോണ്ഡി, ഖോഡ, തെലുങ്ക്, ബ്രഹയു. ദ്രാവിഡ ഭാഷകളിൽ സാഹിത്യ സമ്പത്ത് കൊണ്ടും പ്രാചീനത കൊണ്ടും പ്രഥമ ഗണനീയനായിട്ടുള്ളത് ഏതാണ്? ഉത്തരം തമിഴ്. തെക്കേ ഇന്ത്യയിലെ സാഹിത്യം ആദ്യമായി ഉത്ഭവിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം തമിഴിൽ. മലയാളം തമിഴിന്റെ ഉപശാഖയാണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കാഡ്വൽ സായിപ്പ്. കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ നോവൽ രചിച്ച വ്യക്തി? ഉത്തരം കെ നാരായണ കുരുക്കൾ. തമിഴിലെ ആദ്യകാല സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സംഘ സാഹിത്യം. സംഘകാല കൃതികളെ എത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? അവ ഏവ? ഉത്തരം 2. എടുത്തക്കൈ, പത്തുപ്പാട്ട്. ആര്യന്മാരുടെ ഭാഷ? ഉത്തരം സംസ്കൃതം. മലയാളത്തിലെ ആദ്യത്തെ പ്രണയകഥയായി അറിയപ്പെടുന്ന കഥ? ഉത്തരം കല്യാണിക്കുട്ടി. ചെല്ലമ്മ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം ജി വിവേകാനന്ദൻ. രണ്ടിടങ്ങഴി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. മുറപ്പെണ്ണ് എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. ഉറൂബിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. ഗോദേ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്പനിട്ട. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെംപെസ്റ്റ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടകകൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. റസ്കിൻ രചിച്ച അൺ ടു ദി ലാസ്റ്റ് ഏത് പേരിലാണ് ഗാന്ധിജി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. എം.ടിയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. പേരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി പത്മരാജൻ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. കമ്മ്യൂണിസ്റ്റെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ നോവൽ? ഉത്തരം ആനിമൽ ഫാം. ഓർവേസുര ചാപലം പെരുതേപാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാ ഷട, ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കിടാ തോന്നുവാൻ എന്നടാ സംഗതി. ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. ഡയാന രാജകുമാരിയെ പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. ക്ഷേത്ര വാസ്തുശില്പ വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? ഉത്തരം തന്ത്രസമുച്ചയം. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമ്മാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ? ഉത്തരം ആമീൻ.
എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി. ഉത്തരം വള്ളത്തോൾ. കന്നഡ എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി. ഉത്തരം മുരുകൻ കാട്ടാക്കട. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കുന്ന മതേ വിദൂഷക ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ. ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം കെ പാനൂർ. സാഹിത്യവാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം എം കൃഷ്ണൻ നായർ. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ഹൃദയവും ഞാനും, ഗ്രഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം ടി വി കൊച്ചുബാവ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് നാത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ്? ഉത്തരം വി ടി നന്ദകുമാർ. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കൂടിയാട്ടത്തിന്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേര്? ഉത്തരം ആട്ടപ്രകാരം. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കത്ത് പാച്ചുമൂത്തത്. മലയാളത്തിലെ ആദ്യ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ലീലാതിലകം. ഓർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയുടെ മൂലകൃതി ഏതാണ്? ഉത്തരം ഇട്ടി അച്യുതന്റെ കേരളാരാമം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാ പുസ്തകം ഏതാണ്? ഉത്തരം രമണൻ. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം എ വി കൃഷ്ണപിള്ള. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏതാണ്? ഉത്തരം ചെമ്മീൻ. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ്? ഉത്തരം 1977. ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ഏപ്രിൽ 23. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര്? ഉത്തരം ഈ വായന. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓർത്തോസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ഉത്തരം 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രവും. ഈ വരികൾ ഏത് കവിയുടേതാണ്? ഉത്തരം വയലാർ രാമവർമ്മ. മലയാള കാവ്യശാഖയിൽ കാൽപ്പനികത്വത്തിന് പ്രതിഷ്ഠ നൽകിയ ആശാന്റെ പ്രമുഖ ഖണ്ഡകാവ്യങ്ങളിൽ പ്രഥമ പരിഗണന ഈ കൃതിക്കാണ്. ഏതാണ് ഈ കൃതി? ഉത്തരം വീണപ്പൂവ്. സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹിക ചിന്തയും ഉൾക്കൊള്ളാവുന്ന ആദ്യത്തെ കാവ്യമായും ഇതറിയപ്പെടുന്നു. ഏതാണ് ഈ കാവ്യം? ഉത്തരം ദുരവസ്ഥ. ക്ലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്.
PN പണിക്കരുടെ ചരമദിനം. ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ ജന്മദിനം. ഉത്തരം 1909 മാർച്ച് 1. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 ജൂൺ 19 മുതൽ.